Hello, welcome to the next module. This is electrostatics. Electrostatics നേരത്തെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസ് നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ സ്റ്റഡി ഇലക്ട്രിക് കറണ്ട്, ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. So what do you mean by a static electric field is, or electrostatics is? രണ്ടും സിമിലർ വേർഡ്സ് ആണ്. സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. It is nothing but it's the study of or the phenomenon which is associated with a static charge, അല്ലെങ്കിൽ ഒരു electric charge at rest, something which deals with the electric charge at deals with, we'll call it as the electrostatics is. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് ഡിസ്കഷൻസ് ആണ് നമ്മൾ വരുന്നത്. നമുക്കൊക്കെ അറിയാം, ആറ്റം, യു നോ അബൌട്ട് ആറ്റം. ആറ്റം ഇൻ നോർമൽ കണ്ടീഷൻ ഇറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ because it contains equal number of positive charges, we'll call it as a protons, and negative charges, it contains a negative charge, we'll call it as a electrons. They are all equal in number, so they are electrically it is neutral. Now if a normal atom accepts any negatively charged electrons, so if it accepts any negatively charged electrons, then what happens is the net charge of that atom becomes a negative. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എക്സസ് നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവാം. സിമിലർലി, ഇഫ് എനി ഓഫ് ദി ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് ഫ്രം an atom, then what happens? Any electrons are removed from a normal atom, then the atom is said to be positively charged, or it is having an excess of positive charges. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ആറ്റം. എ നെഗറ്റീവ്ലി ചാർജ്ഡ് atom or a body contains excess number of electrons, and a positively charged atom contains excess number of positive അല്ലെങ്കിൽ എന്താണ് deficiency of electrons ഉണ്ടെന്ന് വേണം പറയാം. So there is a net excess or deficiency of electrons into a body, we'll call it as a charge. That is known as a charge. ഇങ്ങനെ പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസും നമ്മൾ പറയാറുണ്ട്. Now let us see some examples. Say for example, നിങ്ങൾ കുറെ എക്സ്പെരിമെന്റുകൾ പണ്ട് കണ്ടിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചെറിയൊരു ഇൻഡ്യൂഷൻ നമുക്ക് ഇവിടെ നോക്കാം. Now what happens if you rub a balloon against your hair on a dry day? Then we can see this causes your balloon and your hair becomes charged. നിങ്ങൾ സാധാരണ ഇതേപോലുള്ള എക്സ്പെരിമെന്റുകൾ, ധാരാളം എക്സ്പെരിമെന്റുകൾ നമുക്ക് ഇതേപോലെ ചെയ്തു നോക്കാം. അഗൈൻ, when you rub a glass rod with a silk, then what happens is this glass rod will acquire a positive charge. It will acquire a net positive charge. Here you can see it will acquire a net positive charge. Similarly, if you rub a rubber on a say for example cat's fur, അല്ലെ, പിന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റബ്ബർ റോഡാണ് ഇതേപോലെ നമ്മൾ പിന്നെ റബ്ബ് ചെയ്യുന്നതെങ്കിൽ then it will develop a negative charge. So what happens if when you rub a glass rod on a silk? എന്തായിരിക്കാം സംഭവിക്കുന്നത്? ഗ്ലാസ് റോഡ് ഇതേപോലെ സിൽക്കിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് electrons are detached from the glass rod
and it is picked up by the silk. ഗ്ലാസ് റോഡിലുള്ള ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് പോകും. അപ്പം ഗ്ലാസ് റോഡ് ബിക്കംസ് എ നെറ്റ് പോസിറ്റീവ്. അവിടെ സിൽക്ക് ബിക്കംസ് എ നെറ്റ് നെഗറ്റീവ് ചാർജ് സിൽക്കിന് അക്വയർ ചെയ്യുന്നതാണ്. Now similarly, നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ റബ്ബർ ആണ് ഇതേപോലെ നമ്മൾ റബ്ബ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒന്നില് പോസിറ്റീവ് ചാർജ് അക്വയർ ചെയ്യുന്നു, മറ്റടുത്ത് നെഗറ്റീവ് ചാർജ് അക്വയർ ചെയ്യുന്നതാണ്. വെനു ഇങ്ങനെ ചെയ്തിരിക്കുന്ന രണ്ട് ഗ്ലാസ് റോഡുകൾ നിങ്ങൾ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ യു ക്യാൻ സീ these two glass rods will repel each other because like charges will repel. രണ്ട് ഇതേപോലെ നെറ്റ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉള്ള രണ്ട് റബ്ബർ റോഡുകൾ ഇതേപോലെ നമ്മൾ നോർമൽ റബ്ബർ റോഡല്ല, നമ്മൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ റബ്ബ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് റബ്ബർ റോഡുകൾ നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദീസ് ടു റബ്ബർ റോഡ്സ് വിൽ റെപ്പൽ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഡെമോൺസ്ട്രേഷൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിലായിട്ടുള്ള അസൈൻമെന്റുകൾ നിങ്ങൾ ചെയ്യണം. അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരുന്നത്, ഒരു ഡെമോൺസ്ട്രേഷൻ അസൈൻമെന്റ് ആയിട്ട് തരുന്നുണ്ട്. സോ ഹിയർ യു ക്യാൻ സീ there is a net പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെറ്റ് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. സോ വിൽ കോൾ ഇറ്റ് ആസ് ദിസ് ഈസ് ഇലക്ട്രിക്കലി ചാർജ്ഡ്. നോർമൽ കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായി this balloon and your hair becomes electrically charged എന്ന് നമുക്ക് പറയാം. Example is, if you comb in your hair, then it will develop a negative charge, net negative charge. Then on a dry day, if you do this experiment on a dry day, you can see this comb will attract small paper particles. ഇവിടെ പേപ്പർ പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം, അവർ ജമ്പ് ചെയ്ത് പോകുന്നതൊക്കെ കാണാം. സിമിലർ എക്സ്പെരിമെന്റ് യു ക്യാൻ ഡു വിത്ത് എ ബലൂൺ ഓൾസോ. ബലൂൺ റബ്ബ് ചെയ്യുക, അതിനുശേഷം നോർമൽ ആയിട്ടുള്ള കോമ്പല്ല, നമ്മൾ കോമ്പ് ചെയ്ത് ഹെയറിൽ കോമ്പ് ചെയ്ത് ഡ്രൈ ഹെയറിൽ കോമ്പ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വെക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഇതേപോലെ നിങ്ങൾ ഹെയർ പിന്നെ ഇതേപോലെ ഇവിടെ ഇതേപോലെ നിലത്തുണ്ടെങ്കിൽ അതും ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഡിഫറെന്റ് എക്സ്പെരിമെന്റ്സ് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷനിലൂടെ ചെയ്യാൻ കഴിയും. സോ ഓൾ ഇൻ ഓൾ വി ക്യാൻ സേ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു, നെറ്റ് പോസിറ്റീവ് ചാർജും നെറ്റ് നെഗറ്റീവ് ചാർജും ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരേ ചാർജുള്ള ഡിഫറെന്റ് ഒബ്ജക്ട്സ് റെപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് ചാർജസ് ഉള്ളത് അട്രാക്ട് ചെയ്യുന്നുള്ളതും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറയാൻ പറ്റും. സോ when we say a body is charged, it actually means it has an excess amount of charge or excess amount of electrons or excess amount of protons ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഈ ഒരു പ്രിൻസിപ്പിള് പലപ്പോഴും നമ്മൾ പല ആപ്ലിക്കേഷൻസിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കോണ്ടാക്ട് ലെൻസിന്റെ പിറകിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെന്റ്, ഒരു ടെക്നിക്ക് ശരിക്കും ഇത് തന്നെയാണ്. കോണ്ടാക്ട് ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കോണ്ടാക്ട് ലെൻസ് ശരിക്ക് നമ്മൾ കണ്ണിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഒബ്ജക്ട്സ് വരുന്ന സമയത്ത് കണ്ണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, അതിനെ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണിലൊരു തരി പൊടി പോയാൽ പോലും കണ്ണുനീര് നിറയുന്നതും വെള്ളം വരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഇവിടെ കോണ്ടാക്ട് ലെൻസ് നമ്മൾ കണ്ണിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരിക്കലും കണ്ണീര് വരുന്നില്ല, അല്ലെങ്കിൽ അതിനെ കണ്ണ് റിജക്ട് ചെയ്യുന്നില്ല. ഇതിന്റെ ബിഹൈൻഡിലുള്ള ആപ്ലിക്കേഷൻ എന്താന്നുള്ളത് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് യു ക്യാൻ സെർച്ച് ത്രൂ ദ ഇന്റർനെറ്റ് വൈ ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, സോ all in all we can say there are two kinds of charges occur in nature, that are positive charge and a negative charge. Okay, we know that this charge is conserved. ഒരു charge conserved means we cannot create
or destroy a charge, but we can transfer charge from one object to another object. അങ്ങനെ മാത്രമേ നമുക്ക് possible ആവുള്ളൂ. So if you rub this hair or a balloon over a hair, then what happens is some amount of charge is transferred from the hair to the balloon or from balloon to hair. അങ്ങനെ ഒരു transfer of charges അവിടെ നടക്കുന്നു. അതാണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. ചാർജ് ഈസ് ഓൾവേസ് കൺസേർവ്ഡ് ആണ്. ആൻഡ് മോർ ഓവർ ദ ചാർജ് ഈസ് quantized. Quantized means the total charge is equal to the total number of electron or proton എത്ര ഉണ്ടോ അതിനനുസരിച്ച് into the charge of electron or ആ ക്വാണ്ടിറ്റിയുടെ ചാർജ് എന്താണോ അതിനനുസരിച്ചിരിക്കും. So that is why it is known as a quantized charge. Now, depending on this thing, we can divide electrical conductors, അതുപോലെ insulators ഒക്കെ നമുക്കറിയാം. Electrical conductors എന്ന് പറഞ്ഞാൽ in which the material in which electric charges can move freely, whereas an electrical insulator means there are materials in which electric charge cannot move freely. Now my question is this conductor and an insulator shows the static property or not? Conductor, insulator ആണ് നേരത്തെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ. ഗ്ലാസ് റോഡ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ ആണ്, റബ്ബർ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ ആണ്. എന്നാൽ രണ്ടും ഇതേ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. And what happens with copper? If you do the same experiment or റബ്ബ് ചെയ്യുന്ന ഈ എക്സ്പെരിമെന്റുകൾ ഗ്ലാസ് റോഡിന് പകരം കോപ്പർ ഉപയോഗിച്ചു വിചാരിക്കാം, എന്ത് സംഭവിക്കാം? ഓക്കെ, അത് നിങ്ങൾക്ക് തൽക്കാലം അത് വിട്ടു തന്നിരിക്കുകയാണ്. ഇനി അത് എന്തൊക്കെ സംഭവിക്കാം? ഇനി കോപ്പർ ഇതേപോലെ കണ്ടക്ടർ ആയതുകൊണ്ട് മുഴുവൻ ചാർജും എർത്തിലേക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ ബോഡിയിലൂടെ മുഴുവനായിട്ട് മൂവ് ചെയ്തു പോകുന്നു എങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ ഇൻസുലേറ്റ് ചെയ്ത് നിർത്താം? സേ ഇഫ് യു യൂസ് എൻ ഇൻസുലേറ്റിംഗ് വുഡൻ ഹാൻഡിലോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വി ക്യാൻ പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് ചാർജ് ഇൻ ടു യുവർ ഹാൻഡ്. ഓക്കെ, സാധാരണ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പിന്നെ വിത്തൗട്ട് എൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ, കോപ്പർ ഉപയോഗിച്ചുള്ള എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചാർജ് കംപ്ലീറ്റ് നമ്മുടെ കയ്യിലൂടെ ഫ്രീ ആയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന എക്സസ് ചാർജ് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലൂടെ എർത്തിലേക്ക് സിങ്ക് ചെയ്തു പോകും. സോ വി ക്യാൻ പ്രിവെന്റ് ദീസ് തിങ് ബൈ യൂസിങ് എ വുഡൻ ഹാൻഡിൽ ഓർ സംതിങ് ലൈക്ക്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഇൻട്രൊഡക്ടറി ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.